കഴിഞ്ഞ ഡിസംബറിൽ സൊമാലിയയിലേക്ക് പോയ മാൾട്ട പതാകയുള്ള MV റൂവൻ എന്ന ചരക്ക് കപ്പൽ ചില അജ്ഞാതർ കൊള്ളയടിച്ചിരുന്നു. പിന്നീട് ഈ വർഷം ജനുവരിയിൽ ലൈബീരിയൻ പതാകയുള്ള ചരക്ക് കപ്പൽ MV ലീല നോർഫോക്ക് സൊമാലിയൻ തീരത്ത് വെച്ച് കടൽ കൊള്ളക്കാർ തട്ടിയെടുത്തു. കപ്പലിൽ 15 ഇന്ത്യക്കാരുണ്ടായിരുന്നു. ജനുവരി അവസാനം ഇന്ത്യയുടെ യുദ്ധക്കപ്പലായ INS സുമിത്രയുടെ നേതൃത്വത്തിൽ കപ്പൽ മോചിപ്പിച്ചു. ഇതിനിടെ ഇറാനിയൻ മത്സ്യബന്ധന കപ്പലും കടൽ കൊള്ളക്കാർ തട്ടിയെടുത്തു. ഇതും INS സുമിത്രയുടെ നേതൃത്വത്തിൽ ഇന്ത്യ തന്നെ തകർത്തു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഉയരുന്ന ഇത്തരം വാർത്തകൾ സൊമാലിയൻ തീരത്തെ ഒരിക്കൽ വിറപ്പിച്ചിരുന്ന കടൽ കൊള്ളക്കാർ വീണ്ടും എത്തുന്നു എന്ന സൂചനകളാണ് നൽകുന്നത്. MV റൂവൻ കൊള്ളയടിച്ചതോടെ 2017 ശേഷം ഇതാദ്യമായാണ് സൊമാലിയൻ പൈറേറ്റുകൾ ഒരു വിദേശ കപ്പൽ പിടിച്ചെടുത്തത്. ഇതിനുശേഷം ഇടയ്ക്കിടെ ആക്രമണങ്ങളുണ്ടായി. 2011 സൊമാലിയൻ കടൽ കൊള്ളക്കാർ വിഹരിച്ചു നിന്ന സമയത്ത് ഭീഷണി ഇപ്പോഴില്ലെങ്കിലും അപകടമേറി വരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. കുറെ കാലമായി ഇല്ലാതിരുന്ന ആക്രമണങ്ങൾ പൈറേറ്റുകൾ ഭയമില്ലാതെ ഇപ്പോൾ നടത്തുന്നു. ഡിസംബർ മധ്യം മുതൽ ഇതുവരെ 6 തവണ പൈറേറ്റുകൾ ആക്രമണം നടത്തിയതായി ദി UK മറൈൻ ട്രേഡ് ഓപ്പറേഷൻസ് പറയുന്നു. ഇതിൽ ചിലത് പിടിച്ചടക്കൽ ശ്രമങ്ങളും മറ്റു ചിലത് വിജയകരമായ കൊള്ളയുമായിരുന്നു. മെഷീൻ ഗണ്ണുകളും റോക്കറ്റ് ലോഞ്ചറുകളും ഉൾപ്പെടെ അത്യാധുനിക ആയുധങ്ങളുമായാണ് ഇവരുടെ വരവ്. ഫ്രഞ്ച് സെക്യൂരിറ്റി ഏജന്റായ MICA സെന്റർ പറയുന്നത് 2023 9 ആക്രമണങ്ങൾ നടന്നെന്നാണ്. ഇത് അസാധാരണമാണെന്നും ഇവർ വ്യക്തമാക്കുന്നു. സൊമാലിയൻ പൈറസിയിലെ ചരിത്രപ്രധാന കേന്ദ്രമായ പണ്ട്ലൻഡിൽ വെച്ചാണ് ഈ ആക്രമണങ്ങളിൽ ഏറിയതും നടന്നത്. ആഫ്രിക്കയെ ചുറ്റിക്കിടക്കുന്ന ഈ വടക്കൻ സംസ്ഥാനം ഏഡൻ ഉൾക്കടലിന്റെയും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെയും നീണ്ട തീരത്തെ ചുംബിച്ചാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കടലാക്രമണങ്ങൾക്ക് ഏറ്റവും പറ്റിയ കേന്ദ്രവും ഇതുതന്നെ. ധോ എന്നറിയപ്പെടുന്ന ചെറിയ അറേബ്യൻ നൗകകളിൽ കഴിഞ്ഞ വർഷം ഇവർ നടത്തിയ ചില ആക്രമണങ്ങൾ സൂചിപ്പിക്കുന്നത് മേഖലയിൽ പിടിമുറുക്കാൻ സൊമാലിയൻ കടൽ കൊള്ളക്കാർ വീണ്ടും ശ്രമിക്കുന്നു എന്നതാണ്. സാധാരണയായി വലിയ കപ്പലുകളിൽ ലക്ഷ്യമിടാൻ കഴിയുന്ന മദർഷിപ്പുകൾ പിടിച്ചെടുക്കാനാണ് ഇവർ ശ്രമിക്കാറ്. ചെങ്കടലിലൂടെയുള്ള ചരക്ക് ഗതാഗതം ഏത് സമയത്തും ആക്രമിക്കപ്പെടാമെന്ന നിലയാണിപ്പോൾ ഉള്ളത്. പല കപ്പലുകളും ഇവിടെ വേഗത കുറച്ച് ഗ്രീൻ സിഗ്നൽ കിട്ടിയാലേ യാത്ര തുടരുന്നുള്ളൂ. ഇത് ഒരു വേട്ടക്കളമായി മാറിയിരിക്കുകയാണെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. സൊമാലിയൻ തീരങ്ങളിൽ അധികരിച്ചു വരുന്ന അനധികൃതമായ മീൻപിടുത്തം കടൽ കൊള്ളക്കാർ ഇപ്പോൾ വീണ്ടും ആക്റ്റീവായതിനു പിന്നിലെ ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇത് കടൽ കൊള്ളക്കാരെ കലിപിടിപ്പിച്ചിട്ടുണ്ട്. പിടിക്കപ്പെട്ടവരിൽ പലരും തങ്ങൾ ഒരു കായംകുളം കൊച്ചുണ്ണി രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് ന്യായീകരിക്കുന്നു. അതായത് അനധികൃത മീൻപിടുത്തം തടയാനാണ് തങ്ങൾ ഇത് ചെയ്യുന്നതെന്നാണ് ഇവരുടെ ന്യായം.